മുണ്ടുപാറയിൽ മരിച്ച അർച്ചന കിണറ്റിൽ ചാടുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചു. അർച്ചനയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ട്. മർദ്ദനത്തിൻ്റെ ഒടുവിലാണ് ഈ അർച്ചന കിണറ്റിലേക്ക് ചാടിയതെന്നാണ് മുണ്ടുപാറയിൽ നിന്ന് സുജിത്ത് പറയുന്നത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സുജിത്ത്. എസ്കെൻ ഈ കിണറ്റിലേക്ക് ചാടുന്നതിന് അല്പസമയം മുമ്പ് അർച്ചനയ്ക്ക് അതിക്രൂരമായ മർദ്ദനം ശിവകൃഷ്ണനിൽ നിന്നും ഏറ്റിരുന്നുവെന്നും അതിൻ്റെ ദൃശ്യങ്ങൾ അർച്ചന തന്നെ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ആ ചിത്രങ്ങൾ നമുക്കിപ്പോൾ അർച്ചനയുടെ മക്കൾ തന്നെയാണ് നമുക്ക് ഷെയർ ചെയ്ത് തന്നത്. ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ദിവസങ്ങളോളം ഈ അർച്ചനയ്ക്ക് ഏൽക്കാറുണ്ടായിരുന്നു. മദ്യപിച്ച് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശിവകൃഷ്ണൻ്റെ ഒരു പതിവ് രീതിയായിരുന്നു. ഇന്നലെയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ അർദ്ധരാത്രിയോടുകൂടി ഈ വീട്ടിൽ വലിയ രീതിയിലുള്ള വഴക്കുണ്ടാവുകയായിരുന്നു. ഈ മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെച്ചതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു ഈ മർദ്ദനത്തിന് കാരണമായത്. ഈ അർച്ചനയെ നിരന്തരം മർദ്ദിക്കുന്നത് കൊണ്ട് തന്നെ ഈ മദ്യപിച്ചുള്ള ഈ മർദ്ദനം ഭയന്നാണ് ഇവർ മദ്യക്കുപ്പി മാറ്റിവെച്ചത്. അത് മാറ്റിവെച്ചത് കുട്ടിയുടെ ബാഗിലേക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒടുവിൽ പരിശോധനയ്ക്കിടയിൽ ഈ ശിവയ്ക്ക് ബാഗിൽ നിന്നും ഈ മദ്യക്കുപ്പി ലഭിച്ചതോടുകൂടി ആ ദേഷ്യത്തിൽ കുട്ടിയെയും അതിക്രൂരമായി മർദ്ദിച്ചു. അത് കണ്ട് സഹികെട്ടാണ് ഈ കിണറ്റിലേക്ക് ചാടിയ ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയ ചിലരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോയ കൂട്ടത്തിലുള്ള ആളായിരുന്നു? ഞാൻ കൊണ്ടുപോയില്ല, ഇവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. എങ്ങനെ എത്ര മണിയോടെയായിരുന്നു സംഭവം നടന്നത്? എങ്ങനെയായിരുന്നു ആ സംഭവം എന്ന് പറയാമോ? 12 മണി സമയത്താണ്. ഇത് ഒരാളെ പേർപൊളിച്ചാണ് കൊണ്ടുപോയതിനു ശേഷം ഇത് കാണുന്നത്. പിന്നീട് ബാക്കി 2 പേരെ ബോഡി എടുക്കുന്നത്. അവരതിനുള്ള സംവിധാനമായിട്ട് വന്ന് 2 പേരെ എടുത്ത് ഓരോരുത്തരെ ആശുപത്രിയിലേക്ക് എത്തിച്ച്. എന്തായാലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, നെടുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എസ്കൈൻ, നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. പ്രസിഡന്റ്, രാവിലെ ഈ ഒരു വാർത്ത, അതായത് നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഉണർന്നിരിക്കുന്നത്. ഞാൻ 1:45 ആയപ്പോഴാണ് അറിയുന്നത്. അപ്പോഴറിഞ്ഞപ്പോൾ പരിസരത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളും തിരക്കിയപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും അതേപോലെ തന്നെ 12:30 ആയപ്പോൾ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അറിഞ്ഞു. പിന്നീട് 1:15 ആയപ്പോഴാണ് വാർഡ് മെമ്പർ അറിയുന്നത് ഇതേപോലെ ഇവർ 2 പേരും കൂടെ എടുത്ത് കിണറ്റി ചാടി എന്നുള്ള കാര്യം, ഭാര്യയും ഭർത്താവും. അർച്ചന ചാടി പിന്നീട് ഇടയാണ് ഈ കിണറ്റിലേക്ക് വീണതാണ് എടുത്ത് ചാടിയെന്ന എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് രക്ഷാപ്രവർത്തനം ചെയ്യാൻ വന്നിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അതിദാരുണമായി അദ്ദേഹം മരണപ്പെട്ടതാണ്. ഭയങ്കരമായി 3 പേരും മരിച്ചത് വലിയൊരു നഷ്ടം തന്നെ. എങ്കിൽ തന്നെയും ഒരു 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഉദ്യോഗസ്ഥൻ അതിദാരുണമായി മരണപ്പെട്ടത് ഞങ്ങളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അത് തന്നെയാണ് എസ്കെ, ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ജീവൻ നഷ്ടമായെന്നുള്ളതാണ് ഏറ്റവും എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഈ വീട് പോലും അവർക്ക് പഞ്ചായത്തിൽ നിന്നും സർക്കാർ പദ്ധതി പ്രകാരം ലഭിച്ച ഒരു വീടാണ്. ഈ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതിന് സമീപത്തെ വീട്ടിലെ കിണറ്റിലാണ് ഈ ദാരുണമായ 3 മരണങ്ങൾക്കും കാരണമായത്. എസ്കെ, ഓക്കെ, താങ്ക് യു. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ മരിച്ച ഫയർഫോഴ്സ് ജീവനക്കാരൻ സോണി കുമാർ 8 കൊല്ലമേ ആയുള്ളൂ സർവീസിൽ കയറിയിട്ട്. ഇന്നലെ വീട്ടുകാരെ അറിയിക്കുമ്പോൾ ഇന്ന് വെളുപ്പിന് 2 മണിയായി. ഇന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തേണ്ട ആളായിരുന്നു. ഭാര്യയും 3 വയസ്സായ മകളുമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നറിയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.